അവതരിപ്പിച്ചിരിക്കുന്നു. ദിവസത്തെ വിനോദയാത്ര ഒരുക്കി മലപ്പുറം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് സർക്കിട്ട് എന്ന പേരിലാണ് 700ഓളം പേരെ വിനോദയാത്രയ്ക്ക് എത്തിച്ചത്. വയോജന ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്ന കാര്യം വാഴക്കാട് പഞ്ചായത്ത് ചെയ്തു. സർക്കിട്ട് എന്ന പേരിൽ അവരുടെ പഞ്ചായത്തിലുള്ള ഏതാണ്ട് 700-ൽ പരം വയോജനങ്ങളെ അവർ ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. സർക്കിട്ട് എന്നാണ് ഇതിന് പേരിട്ടത്. ഏതാണ്ട് 16ഓളം ബസ്സുകളിലായി ഏതാണ്ട് 700ഓളം ആളുകളെയാണ് ഇവിടേക്ക് എത്തിച്ചത്. അവർ ബേപ്പൂർ ബീച്ചിൽ പോയി, ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ലുലു മാളിലാണ്. ഇനി അതിനുശേഷം ചാലിയം ബീച്ചിൽ പോകുന്നു. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ആഘോഷമാക്കിയ ശേഷമാണ് അവർ മടങ്ങുന്നത്. ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ഭരണസമിതി, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ സർക്കിട്ട് എന്ന പേരിൽ ഇങ്ങനെയൊരു പദ്ധതി, ഒരു മനോഹരമായ ഒരു ആശയം നടപ്പാക്കാനുള്ള കാരണം? നമുക്കറിയാം, വയോജനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതയാത്രയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നവരാണ്. പലവിധ കാരണങ്ങളാൽ പലപ്പോഴും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗണത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കേണ്ടത് ഒരു പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവിലാണ് ഞങ്ങളിങ്ങനെ ഇവരെ ഒരു ഉല്ലാസയാത്രയ്ക്ക്, വിനോദയാത്രയ്ക്ക് പ്ലാൻ തയ്യാറാക്കിയത്. നല്ല യാത്രയായി, ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. നന്നായി വരട്ടെ. പ്രസിഡൻ്റായിട്ട് 2ാമത്തെ പ്രാവശ്യമാണ്. വാഴക്കാട് പഞ്ചായത്തിൽ ഇന്നേ വരെ ഞാൻ 89 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു പരിപാടി നടന്നിട്ടില്ല. ഈ പ്രസിഡന്റ് വന്നതിൻ്റെ പ്രസിഡൻ്റാണ് അഡ്വക്കേറ്റ് ഇയാൾ വന്നിട്ട് ഈ പ്രാവശ്യം വളരെ സന്തോഷമായി. കഴിയാൻ പോണതിൽ നല്ലൊരു സംരംഭമാണിത്. ഒരിക്കലും ഞങ്ങൾ ഇതുവരെ മുമ്പേ കണ്ടിട്ടില്ലാത്തൊരു സംരംഭമാണ്. വളരെ നല്ല ഇതാണ് ലുലുമാളിൻ്റെ ഇവർക്ക്. നല്ല സന്തോഷമായി. നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഇത്രയും വർഷത്തിൻ്റെ ശേഷം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനും ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായി. അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 700 ആളുകളാണ്, കുറച്ച് ആളുകളല്ല, 700 പേരെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ആ ഭരണസമിതി അതിനു വേണ്ടി വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ എഫേർട്ടിനെ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയുണ്ടാകട്ടെ, ഇനിയും യാത്രകൾ ഉണ്ടാകട്ടെ. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളും അത് ഏറ്റെടുക്കുകയും ചെയ്യട്ടെ. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.